മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് നിർമ്മാണം ഇഴയുന്നു. പ്രളയബാധിതരുടെ പുനരധിവാസം ആശങ്കയിൽ. UDF സർക്കാർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറെ മാറ്റി, പകരക്കാരനെ നിയമിച്ചിട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ 2000-ൽ നിന്നും തൊഴിലാളികളുടെ എണ്ണം 800 കുറച്ചു. 149 വീടുകളുടെ പ്രവൃത്തികളാണ് ഒച്ചിഴയും പോലെയായത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വസ്തുവും വീടും ബന്ധുക്കളും നഷ്ടപ്പെട്ടവരെ അധിവസിപ്പിക്കാൻ കഴിഞ്ഞ LDF സർക്കാരാണ് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിച്ചത്. റവന്യൂ മന്ത്രി K. രാജന്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. ഇതിനായി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറെ നിയമിച്ചു. സർക്കാരിന്റെ ഇച്ഛാശക്തിയും പഴുതടച്ച മേൽനോട്ടവും കൂടിയായതോടെ ശരവേഗത്തിലാണ് ആദ്യഘട്ടത്തിലെ 178 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായത്. ഇതിൽ 150 വീടുകളിലും താമസവും ആരംഭിച്ചു. LDF സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താകുകയും UDF അധികാരത്തിൽ വരികയും ചെയ്തു. വയനാടുകാർക്ക് പുതിയ സർക്കാരിൽ വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഈ മണ്ഡലത്തിൽ UDF പ്രതിനിധി ജയിച്ച് മന്ത്രിയായത്. എന്നാൽ പ്രളയബാധിതരുടെ പ്രതീക്ഷകൾക്ക് തുടക്കത്തിൽ തന്നെ മങ്ങലേൽക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കേണ്ട 149 വീടുകളുടെ നിർമ്മാണത്തിനും അനുബന്ധ പ്രവൃത്തികളിലും പ്രതീക്ഷിച്ച വേഗമില്ല. സമയബദ്ധമായി ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാകുമോ തുടങ്ങിയ ആശങ്കകളാണ് ദുരിതബാധിതർ പങ്കുവെക്കുന്നത്. നേരത്തെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കാൻ കരാറുകാർ എത്തിച്ച തൊഴിലാളികളെ തിരികെ കൊണ്ടുപോയിരിക്കുകയാണ്. 5ാമത്തെ സോണിൽ ഭൂരിഭാഗം വീടുകളുടെയും വാർപ്പ് പൂർത്തിയായെങ്കിലും അനുബന്ധ പ്രവൃത്തികൾ ബാക്കിയുണ്ട്. ഒക്ടോബർ വരെയാണ് നിർമ്മാണ കരാർ കാലാവധി. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ചാർജിൽ നിലവിൽ ആളില്ല. ചാർജ് ഉണ്ടായിരുന്ന JO അരുണിനെ കഴിഞ്ഞ 8-ന് സർക്കാർ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് വകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. ഇപ്പോൾ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നു. നിർമ്മാണം വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ജനശബ്ദം ന്യൂസ്, വയനാട്.